ലോകത്തിലേക്കും തന്നെ ഏറ്റവും ഉയരം കൂടിയ ജൈന മത തീർത്ഥങ്കര പ്രതിമയാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് 125 കിലോമീറ്റർ അകലെയുള്ള മാങ്കി തുങ്കി പർവ്വത നിരകളിലെ അഹിംസ പ്രതിമ. അഹിംസ ജീവിതവ്രതമാക്കിയ ജൈനമത വിശ്വാസികളുടെ ആദ്യ തീർത്ഥങ്കരനായ ആദിനാഥ് അഥവാ ഋഷഭനാഥൻ്റെ പ്രതിമയെന്ന നിലയിലാണ് മാങ്കി മലയുടെ തൊട്ടു ചേർന്ന് ഋഷഭനാഥൻ്റെ 108 അടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. മാങ്കി തുങ്കി ട്രക്കിംഗ് പ്രേമികളുടെയും ടൂറിസ്റ്റുകളുടെയും ഒരു പ്രധാന ആകർഷണമാണെങ്കിൽ ഋഷഭനാഥ് അഥവാ ഏകനാഥിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടതോടെ ലോകത്തെമ്പാടുമുള്ള ജൈനമത വിശ്വാസികളെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായി മാറി മാങ്കി തുങ്കി മലനിരകൾ. മാങ്കി തുങ്കി അടിസ്ഥാനപരമായി ജൈനമത വിശ്വാസികളുടെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു. എന്നാൽ 1996 ജൈന സന്യാസിനിയായ ഗ്യാൻമതി ദേവിയുടെ നിർദ്ദേശാനുസരണം 2002 ആരംഭിച്ച് 2016 പൂർത്തിയായ ഏകനാഥ് അഥവാ ഋഷഭദേവ പ്രതിമയായ അഹിംസാ പ്രതിമ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതോടെ ജൈനമത വിശ്വാസികളും അതുപോലുള്ള മറ്റ് സന്ദർശകരുടെയും ഒഴുക്കാണ് ഇങ്ങോട്ടേക്ക്. 3500 പടികൾ കയറുന്ന വഴിയിലാണ് മാങ്കിയിലേക്കുള്ള അല്ലെങ്കിൽ തുങ്കിയിലേക്കുള്ള പടവുകൾ കയറുന്നതിനിടയിൽ 3000 പടവുകൾ കഴിഞ്ഞാൽ പിന്നീട് ഇതുവഴി നമ്മൾ പ്രത്യേകമായി ഒരുക്കിയ വഴിയിലൂടെ ഈ പടവുകളൊക്കെ കയറിയിട്ട് വേണം നമ്മൾ അഹിംസാ പ്രതിമയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. മാങ്കി മലയുടെ ഒരു അരികിലായിട്ട് കരിങ്കല്ലിൽ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് 108 അടി ഉയരമുള്ള പ്രതിമ. നമ്മൾ ഇതിലൂടെ നടന്ന് ഇവിടെ എത്തുന്ന ഒരു 5 നിലകളുടെ ഉയരമുള്ള ഒരു ടവറിന് കീഴെയാണ്. ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു റഫ് റോഡുണ്ട്. അതുവഴിയും ജീപ്പ് അല്ലെങ്കിൽ റഫ് റോഡിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കയറി ഇവിടെ എത്താവുന്നതാണ്. എന്നാൽ നമ്മളിവിടെ 3500ഓളം പടികൾ കയറിയാണ് ഇതിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾക്ക് ഈ ടവർ ഇതിലെ ഗോവണിപ്പടി കയറിയും അല്ലെങ്കിൽ ഇതിന് ഉള്ളിലുള്ള ലിഫ്റ്റ് വഴി നമുക്കിതിൻ്റെ മുകളിലേക്ക് എത്താം. നമ്മൾ ഗോവണിപ്പടി കയറിയിട്ടാണ് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. എന്നാൽ പ്രായമുള്ളവരും കുട്ടികളൊക്കെ ലിഫ്റ്റ് വഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. താഴെ നിന്നുള്ള കാഴ്ചയാണ്. താഴേക്കുള്ള റോഡാണ് കാണുന്നത്. ഒരു റഫ് റോഡാണ്. വാഹന സൗകര്യമുണ്ട്, പക്ഷേ മുതിർന്നവരൊക്കെയാണ് അതുവഴി വരിക. നമ്മൾ ഈ പടവുകൾ കയറി അല്ലെങ്കിൽ മുകളിലേക്ക് എത്തുന്നു. നമുക്ക് ആ പ്രതിമ കാണാം. ദൂരെ നിന്ന് തന്നെ പ്രതിമ കാണാം. ഒറ്റക്കല്ലിൽ പണിത ഒരു പ്രതിമയാണിത്. ആ അരികിലുള്ള പാറക്കല്ല് വെട്ടി ചെത്തി അവിടെ നിന്നും ഏകദേശം 10000 ലോഡ് കരിങ്കല്ലുകൾ മുറിച്ച് മാറ്റി വെട്ടി നീക്കിയാണ് ഇവിടെ ഈ പ്രതിമ നിർമ്മാണം നടത്തിയത്. ഒരു തീവ്രയജ്ഞ പരിപാടിയായിരുന്നു. 1996 ഇതിനുള്ള ആശയം ജൈന സന്യാസിനി ഗ്യാൻമതി ദേവി നൽകിയതിന് ശേഷം 2002 പണി ആരംഭിക്കുക. 2016 പഞ്ചകല്യാണ മഹോത്സവം എന്ന ഗംഭീര ആഘോഷ പരിപാടികളോടെ ഇത് ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ ജൈന പ്രതിമ എന്ന നിലയിൽ ഇത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഗ്യാൻമതി ദേവിയുടെ ഒരു ചിത്രമാണ് കാണുന്നത്. ഇതിനുള്ള ആശയം ആദ്യമായിട്ട് നൽകിയത് ഈ
മഹനീയ സാന്നിധ്യമായ ജൈന മുനി സന്യാസിനിയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാൾ, അതിൻ്റെ ചീഫ് ആർക്കിടെക്റ്റും ചീഫ് എഞ്ചിനീയറുമായ CR പാട്ടീൽ. അദ്ദേഹം ഇവിടെ ഞങ്ങൾ ഈ പ്രതിമ സന്ദർശിക്കാനെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് ഇതിൻ്റെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. CR പാട്ടീലിൻ്റെ 30 വർഷത്തെ അതികഠിനമായ ശ്രമങ്ങളുടെ ഫലം, അദ്ദേഹം ഇതിൻ്റെ ചീഫ് ആർക്കിടെക്റ്റും ചീഫ് എഞ്ചിനീയറുമാണ്. അതോടൊപ്പം ലോകത്തെമ്പാടുമുള്ള ജൈന സമൂഹത്തിൽ നിന്നുള്ള സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടും അതോടൊപ്പം സർക്കാരിൻ്റെ ചെറിയ റോഡ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 2016 ഫെബ്രുവരി മുതൽ 2017 ഫെബ്രുവരി വരെ 1 വർഷം നീണ്ട പഞ്ചകല്യാണ മഹോത്സവം എന്ന വലിയ ആഘോഷങ്ങൾക്കൊടുവിലാണ് ഈ പ്രതിമ ഭക്തജന സമൂഹത്തിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഇദ്ദേഹമാണ് CR പാട്ടീൽ. അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ പരിശ്രമങ്ങൾ 2016 ഫലം കാണുകയും ഇന്ന് ഇന്ത്യയിലേക്കും തന്നെ ഏറ്റവും വലിയ ആരാധനാലയങ്ങൾ ഒരു ആകർഷണ കേന്ദ്രമായി, ടൂറിസ്റ്റുകളുടെയും ഭക്തജനങ്ങളുടെ ആകർഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു. ഇതിന് ജൈന വിഭാഗത്തിലെ സന്യാസിമാരുടെ സംഭാവനയാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിരുന്നില്ല. ഏകദേശം 30 വർഷത്തെ പരിശ്രമമാണ്. അദ്ദേഹം കൂടുതലായിട്ടൊന്നും തുറന്നു പറഞ്ഞില്ല. വളരെ അവരുടെ സാത്വികരായ ഒരു വിഭാഗമാണല്ലോ ജൈന മതവിഭാഗം. അഹിംസ അടിസ്ഥാന മന്ത്രമാക്കി ജീവിതവ്രതമാക്കി ഒന്നിനെയും ദ്രോഹിക്കാതെ ആരെയും ശല്യപ്പെടുത്താതെ ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷ മതവിഭാഗമാണ് ഇന്ന് ഇന്ത്യയിൽ ജൈനമതം. ജൈനമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും 100-105 കിലോമീറ്റർ ദൂരെയുള്ള മാങ്കി തുങ്കി മലനിരകളിലെ ഋഷഭനാഥ് അഥവാ ആദിനാഥിൻ്റെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ലോക റെക്കോർഡിന് ഇടയാക്കിയ ഈ പ്രതിമയുടെ നിർമ്മാണം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ചുറ്റുമുള്ള പ്രകൃതി കാഴ്ചകളാണ് താഴ്വരകൾ. അങ്ങ് അകലെ തുങ്കി കൊടുമുടിയാണ് കാണുന്നത്. മാങ്കി മലനിരകളാണ് ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ളത്. അതിൻ്റെ കീഴെയാണ് ഈ പ്രതിമയുള്ളത്.